ഡോക്ടർ സരിന് പാലക്കാട്ടെ പ്രശ്നങ്ങൾ പരിശോധിക്കണ്ടെന്നും കൃഷ്ണകുമാർ MLA ആവണ്ടെന്നും വോട്ടർമാർ അങ്ങോട്ട് തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. നമ്മളെങ്ങനെ ഇങ്ങനെ തോറ്റത്? അങ്ങനെ എനിക്ക് അപ്പോഴേ തോന്നി. എങ്ങനെ തോറ്റു എന്നറിയാൻ വോട്ട് എണ്ണണോടത്ത് ആരെങ്കിലും രാവിലെ മുതൽ പോയി നിൽക്കണുണ്ടോന്ന് ഇങ്ങനെ ഒന്ന് നോക്കി. ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ പട്ടികൾ നിൽക്കുന്നത് പോലെ കാവൽ നിന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തുക. അപ്പൊ ജയിക്കുന്ന് വിചാരിച്ച് ലഡുവും പായസമൊക്കെ റെഡിയാക്കിയവര് ലജ്ജിച്ച് തലതാഴ്ത്തുക. ഒന്ന് പൊട്ടിക്കരഞ്ഞു പോലുമില്ല. സാരല്ല സരിനെ, സാരല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാതിരി ആത്മവിശ്വാസമല്ലേ മൂപ്പർക്ക് കൊടുത്തത്. പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ സ്വതന്ത്രം ജയിക്കും. കൃഷ്ണദാസേട്ടാ, അപ്പൊ എന്ത് ധൈര്യത്തിലാ മാഷൊക്കെ അമ്മാതിരി ഉറപ്പ് കൊടുത്തത്? പാലക്കാട്ടെ CPM പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി. മാഷ് കണ്ണൂരല്ലേ, സാരല്ല. പാലക്കാടിനെ പറ്റി അറിയണ സരിന് പറയട്ടെ. കണക്കുകളൊക്കെ വളരെ ഭദ്രമാണ്, കൃത്യമാണ്. ശരി, അപ്പൊ നമുക്ക് എണ്ണി തുടങ്ങല്ലേ? ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. സരിന് ഇപ്പൊ വരും എന്നും പറഞ്ഞ് കൃഷ്ണദാസേട്ടനൊക്കെ പുറത്തങ്ങനെ കാത്തു നിന്നു. 4ഉം 5ഉമാണ്. അത് പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ 5 റൗണ്ടിനപ്പുറത്തേക്ക് അല്ല, 5 റൗണ്ട് കഴിഞ്ഞാലും പിന്നെ ഒരുപാട് റൗണ്ട് ഉണ്ട്. ഏത് റൗണ്ട് എണ്ണിയാലാണ് നമ്മളെ വോട്ടൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇത് മുഴുവൻ എണ്ണുന്നത്. എന്നിട്ടും ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ആ ഒരു ട്രെൻഡോ പാറ്റേണോ തന്നെ പുലർത്താനാണ് പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലൊക്കെ സാധ്യത. ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. 13ാമത്തെ റൗണ്ടും കഴിഞ്ഞ് 14ാമത്തെ റൗണ്ടിൽ ഈ റൗണ്ടിന്റെ കണക്ക് ഇങ്ങനെ പറയാതെ അത് ഏത് മെഷീനിലാന്നൊന്ന് പറയോ? അതൊന്ന് പൊട്ടിച്ചു നോക്കുന്നു. 179, 180 2 മെഷീനുകളുണ്ട്. സരിം പറഞ്ഞ ആ മെഷീൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി. ഇനി അത് പൊട്ടിച്ച ഈ ജയിച്ച രാഹുല് തോൽക്കുവോ? മിനിമം ആ 2 മെഷീനുകളിലെ ലീഡിൽ LDF വിജയിക്കും. സരിനെ എല്ലാ റൗണ്ടും എണ്ണിക്കഴിഞ്ഞു. ഇനി എണ്ണ റൗണ്ടും ഇല്ല, മെഷീനും ഇല്ല, ബൂത്തും ഇല്ല. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യാ? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അത് ചോപ്പാവോ അല്ലെങ്കിൽ ആ കളറിൽ തന്നെ ഉദിക്കണമെന്ന് നിർബന്ധം നമ്മൾ പറയാൻ സൂര്യനോട് പറ്റില്ല. പാലക്കാട് ചോപ്പിക്കാൻ പറ്റിയില്ല, ഇനിയിപ്പോ സൂര്യനെ ചോപ്പിക്കാൻ നോക്കുകയാണ്. ഇതൊന്നും നിങ്ങളുടെ തിരിച്ചു വരാൻ ആലോചിക്കണ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒരു തിരിച്ചു വരവ് സാധിക്കാത്ത മണ്ഡലമൊന്നുമല്ല പാലക്കാട്. ഇതൊരു ആത്മപരിശോധനയ്ക്കുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഞങ്ങൾ മാറ്റും. ആത്മപരിശോധന നടത്തിയിരുന്നു. വിയർക്കാതിരിക്കാനുള്ള ഒരു മാർഗം ഒരാൾ പറഞ്ഞിരുന്നു. കൂടുതൽ വിയർക്കാതെ ജയിക്കാം. പക്ഷെ പ്രവർത്തകര് ഒന്ന് വിയർക്കട്ടെ എന്ന് നേതൃത്വം തീരുമാനിച്ചു. പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം എന്റെ ശബ്ദം കേട്ടു. അപ്പൊ അറിഞ്ഞൂലല്ലേ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു. വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത്. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിണാമം വലിയ ആഘോഷമാക്കി ചില ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളുമായി യോജിക്കുന്നതല്ല. വസ്തുതകളുമായിട്ട് യോജിക്കണ ഒരു കാര്യം ശിവരാജേട്ടന് പറയാനുണ്ട്. വലിയ പരാജയം ഞാൻ പ്രതീക്ഷിച്ചതല്ല. എത്രത്തോളം ചെറിയ പരാജയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? ബാക്കിയുള്ളത് സുരേന്ദ്രനോടത്തോ ജില്ലാ പ്രസിഡന്റോ ചോദിക്കണം. അത് ശരി, അതെന്താ ശിവരാജേട്ടാ, എന്തൊക്കെ പുകയണുണ്ടല്ലോ? BJPക്ക് അടുത്തേക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല. മേൽക്കൂരയ്ക്ക് ചില കോട്ടങ്ങളുണ്ട്. അപ്പൊ മേൽക്കൂരൊന്ന് പൊളിച്ച് പണിയണല്ലേ? അല്ലല്ല, അത് ഒരു തെറ്റായ പ്രചരണമാണ്. അങ്ങനെ പെട്ടിയിലെ രഹസ്യം പുറത്ത് വന്ന സ്ഥിതിക്ക് തോൽവിയുടെ കാരണം ആരൊക്കെ ഏറ്റെടുക്കും, ആരൊക്കെ ആരുടെയൊക്കെ തലയിൽ വെക്കുന്നൊക്കെ കാത്തിരുന്ന് കാണാം.